നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയൊരു സ്റ്റാഫ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളെൻ്റെ ഹോസ്റ്റൽ മേറ്റും കൂടിയാണ്. 2-3 ദിവസമായിട്ട് അവൾ എൻ്റെ അടുത്ത് നമുക്കൊന്ന് പുറത്ത് പോയാലെന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് നല്ല തിരക്കുള്ള ദിവസങ്ങളായതുകൊണ്ട് ഹോസ്റ്റലിൽ എത്താൻ തന്നെ ലേറ്റ് ആവും. പിന്നെ പുറത്ത് പോകാനുള്ള എനർജിയോ ടൈമോ ഒന്നും കാണില്ല. എന്നാൽ പിന്നെ ആ പരാതി ഇന്നങ്ങ് തീർത്തേക്കാന്ന് കരുതി ഒന്ന് ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് തുടങ്ങി നടത്താട്ടോ. പോണ വഴിക്ക് കുറച്ച് റംബൂട്ടാൻ കണ്ടപ്പോൾ അത് ഇത്തിരി വാങ്ങിച്ചു. കാണാൻ വലിയ ലുക്കിലേലും നല്ല മധുരമായിരുന്നു. കടയിലെത്തി ചായക്ക് ഓർഡർ കൊടുത്തിട്ട് കഴിക്കാൻ എന്താണെന്ന് വെച്ചപ്പം ചേട്ടനൊരു ലിസ്റ്റ് അങ്ങ് നിരത്തി. അതും പോരാഞ്ഞിട്ട് പലഹാരത്തിൻ്റെ സെൻസസ് എടുക്കാൻ പോയി നിൽക്കുക കേട്ടോ അവള്. പല്ലിൽ കമ്പിയിട്ടാലും അതൊന്നും നമുക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞത് കൽമാസ് കുത്തിക്കയറ്റുന്നല്ലേ ദിയ. ജസ്റ്റ് ഒരു ചായ കുടിച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. എനിക്കപ്പോഴേ ഉറപ്പായിരുന്നു ഇതൊരു ചായയിലൊന്നും നിൽക്കത്തില്ല എന്ന്. ഇടയ്ക്ക് വന്ന് ഇവിടുന്ന് ചായ കുടിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റാട്ടോ ഈ മുളക് ബജിയും ചമ്മന്തിയും. ഈ ചമ്മന്തിയിൽ മുക്കി മുളക് ബജി കഴിക്കാൻ ഒട്ടുക്കത്തെ ടേസ്റ്റാട്ടോ. അതും കഴിച്ച് അവിടുന്ന് ഇറങ്ങി നടന്നപ്പോതാ അവൾ അടുത്ത സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടേ. എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി വിളിച്ച് വലിച്ചിട്ടല്ലേ? നീ പിടിച്ച് തള്ളല്ലേ? ഇതെന്തായാലും കൊള്ളാട്ടോ പരിപാടി. കടയിൽ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാം. ഞങ്ങൾ ഈ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊന്നുമല്ല, കല്ലുമ്മക്കായാണ് കേട്ടോ. ആദ്യം കയറിയ സ്ഥലത്ത് അത് കിട്ടാത്തതുകൊണ്ട് എന്നാൽ ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു വന്നതാ. കുറേ നേരം ഇരുന്ന് മേപ്പോട്ടും കീപ്പോട്ടും തപ്പിയതല്ലാതെ കല്ലുമ്മക്കായ കിട്ടിയില്ല. ഇനിയിപ്പോൾ ഈ മെഷീൻ്റെ പ്രശ്നമാവെന്ന് കരുതി കടയിലെ ചേട്ടനോട് കയറി ചോദിച്ചു. മെഷീൻ്റെ പ്രശ്നമല്ല കേട്ടോ, കടയിൽ സാധനം ഇല്ലാത്തതുകൊണ്ടാ. പാവൻ്റെ കുഞ്ഞു കുറേ പ്രതീക്ഷിച്ചു. 1 പൈസ 3 എന്നല്ലേ, അടുത്ത കടയിലും കൂടി കയറി ചോദിക്കാമെന്ന് കരുതി. വീണ്ടും നിരാശ. ഇറ്റ്സ് ഓക്കേടാ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ആ വിഷമം തീർക്കാൻ ഞങ്ങൾ 2 ലേസ് അങ്ങ് വാങ്ങി. അതിലും തീരാത്ത വിഷമം ഞാനൊരു റംബൂട്ടാൻ കഴിച്ചങ്ങ് തീർത്തു. റംബൂട്ടാൻ തൊണ്ടേ കുടുങ്ങി ചാവാഞ്ഞത് ഭാഗ്യം. നമുക്ക് അലൗഡ് ആയിട്ടുള്ള ടൈം 7 മണി വരെ ആയതുകൊണ്ട് നമ്മളിതാ ലാലാലാല പടി തിരികെ കയറി.